അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫിലെ 83, 84, 85 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അൻ ദിൽഖർനൈൻ. ദുൽഖർനൈനിനെ പറ്റി നബിയെ അവർ അങ്ങയോട് ചോദിക്കുന്നു. കുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. നബിയെ തങ്ങൾ പറയുക, അദ്ദേഹത്തെപ്പറ്റി നാം അങ്ങേക്ക് ഓതി കേൾപ്പിച്ചു തരാം. അപ്പോൾ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ ഒരു കരുത്തനായ നീതിമാനായ ചക്രവർത്തിയായിരുന്നു, ഒരു മുഅ്മിനായ ചക്രവർത്തിയായിരുന്നു. കർണ് എന്ന് പറഞ്ഞാൽ കൊമ്പ്. അപ്പോൾ 2 കൊമ്പ്, അത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്, ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. കൊമ്പുള്ള കാള കൊമ്പില്ലാത്ത കാളനേക്കാൾ ശക്തനാണ്. കൊമ്പുള്ള പോത്ത് കൊമ്പില്ലാത്ത പോത്തിനേക്കാൾ ശക്തനാണ്. കൊമ്പുള്ള ഒരു കാളനെ കൊടമണിയൊക്കെ കെട്ടി അലങ്കരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർണ് കൊമ്പ് ശക്തിയെ സൂചിപ്പിക്കുന്ന അദ്ദേഹം വലിയ കരുത്തനായ ഭരണാധികാരിയായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതല്ല, ചില മഹാന്മാർ പറയുന്നു കർണ് എന്ന് പറഞ്ഞ കാലം 2 നൂറ്റാണ്ട് കാലം ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കരുത്തനായ നീതിമാനായ നല്ലവനായ ഭരണാധികാരിയായിരുന്നു, ചക്രവർത്തിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തെപ്പറ്റി ചോദിക്കുന്നവരോട് നബിയെ അങ്ങ് പറയുക, അള്ളാഹു അദ്ദേഹത്തെപ്പറ്റി റസൂലുള്ളാഹിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. അല്ലാഹു തആല അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരം നൽകി, ആധിപത്യം നൽകി. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ അധികാരം നൽകിയ ഭരണാധികാരിയാണ് ദുൽഖർനൈൻ. മാത്രമല്ല, സകല കാര്യങ്ങളിലേക്കുമുള്ള വഴി ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു വഴിക്ക് അദ്ദേഹം പുറപ്പെട്ടു. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയാണ് ദുൽഖർനൈൻ. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്താണ്. വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ സുന്നത്താണ്. ഒരുപാട് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം.